Hello dears, welcome to English classes at Radhika Rinesh. Dakshina showcases the way of living at Sarang 2 എന്നുള്ളത് നമ്മുടെ ദക്ഷിണ ഷോക്കേസസ് ദ വേ ഓഫ് ലിവിങ് അറ്റ് സാരംഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നമുക്ക് കുറച്ചും കൂടെ എന്തൊക്കെയാണ് സാരംഗിലെ വിശേഷങ്ങൾ എന്ന് നോക്കാം. കൾനറി ഹെറിറ്റേജ് അറ്റ് സാരംഗ്. നമുക്കറിയാം, വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരുപാട് പാരമ്പര്യമുള്ള അടുക്കള അല്ലെങ്കിൽ പാരമ്പര്യമുള്ള പാചക വിധികളൊക്കെയാണ് അതിൽ കാണുന്നത്. ഒരുപാട് പാരമ്പര്യം അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ റെസിപ്പികളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. ഫുഡ് എന്ന് പറഞ്ഞത് ഒരു ഫുഡ് വ്ളോഗായിട്ട് തന്നെയാണ് ദക്ഷിണ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ദക്ഷിണയിലൂടെ അവർ കാണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിജയലക്ഷ്മി ടീച്ചർക്ക് ഒരുപാട് റെസിപ്പികൾ അറിയാം. അപ്പോൾ ആ റെസിപ്പികളൊന്നും നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി അവർ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഫുഡ് ഈസ് ആൻ ഇൻറ്റിഗ്രൽ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സാരംഗ്സ് ലൈഫ് സ്റ്റൈൽ. പിന്നെ ട്രഡീഷണൽ റെസിപ്പീസ് ഫീച്ചേർഡ് ഓൺ ദക്ഷിണ സച്ച് എസ് ബാംബൂ ഷൂട്ട് തോരൻ ആൻഡ് കർക്കിടക കഞ്ഞി വിച്ച് ആർ നോട്ട് ഓൺലി ഡെലിഷ്യസ് ബട്ട് ഓൾസോ ഡീപ്ലി കണക്റ്റഡ് ടു ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഓഫ് സാരംഗ്. ഒരുപാട് റെസിപ്പികൾ പറയുന്നുണ്ട്. അതിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ സാധാരണ കേട്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് ബാംബൂ ഷൂട്ട് തോരൻ അല്ലേ, അതായത് മുളങ്കൊമ്പ് കൊണ്ടുള്ള തോരൻ. നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് അറിയുന്നുണ്ടാവില്ല, പക്ഷേ ഇറ്റ്സ് വെരി ഡെലിഷ്യസ് ആസ് വെൽ ആസ് ഇറ്റ്സ് മെഡിസിനൽ. പിന്നെ അതുപോലെ സാരംഗിൽ ലൈഫുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. പിന്നെ കർക്കിടക കഞ്ഞി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കുക എന്നുള്ളതും സാരംഗിലെ അല്ലെങ്കിൽ ദക്ഷിണ വീഡിയോ കാണിക്കുന്നുണ്ട്. These recipes are part of a larger effort to document and preserve traditional culinary knowledge. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ നോളേജ് പ്രിസർവ് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, ദക്ഷിണ എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ. ഇന്നോവേറ്റീവ് ലിവിങ് അറ്റ് സാരംഗ്. നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ സാരംഗിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജീവിതമല്ല, ഇറ്റ് ഈസ് ഇന്നോവേറ്റീവ് അല്ലേ, ഒരു എക്സ്പെരിമെൻ്റലാണ്. ഇപ്പോൾ ദേ ആർ വെരി കമ്മിറ്റഡ് ടു സസ്റ്റൈനബിൾ ലിവിങ് എന്ന് വെച്ചാൽ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഇക്കോ ഫ്രണ്ട്ലി ലൈഫാണ് സാരംഗിലുള്ളത്. അവരുടെ അടുപ്പ് കണ്ടോ, ആ ചിത്രത്തിൽ നോക്കൂ, അടുപ്പ്, അതിനാണ് നാഡാ ചുൽഹ എന്ന് പറയുന്നത്. മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ അടുപ്പിൽ വിറക് കത്തിച്ചിട്ടാണ് അവർ ഫുഡ് പാകം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആൻഡ് ദ ഫുഡ് വിൽ ബി വെരി ടേസ്റ്റി. അപ്പോൾ എന്തായാലും ഈ രീതിയിലാണ് അവരുടെ ഒരു വളരെ ട്രഡീഷണലാണ് അവരുടെ കിച്ചൺ അല്ലെങ്കിൽ കൾനറി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ്, എങ്ങനെയാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം, എങ്ങനെയൊക്കെ നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം എന്നുള്ളത് നമ്മൾ സാരംഗിലെ ലൈഫ് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ദേശി വാട്ടർ ഹീറ്റർ വളരെ നൂതനമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ അവർക്ക് പ്രകൃതിയെ ഉപദ്രവിക്കാതെ ജീവിക്കാം എന്നുള്ളത് നമുക്ക് ദക്ഷിണ കാണിച്ചു തരണം. ഇമ്പാക്റ്റ് ആൻഡ് റീച്ച് ഓഫ് ദക്ഷിണ. ദക്ഷിണയ്ക്ക് എത്രത്തോളം ഒരു റീച്ച് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ സമൂഹത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ദക്ഷിണയ്ക്കിപ്പോൾ ഇറ്റ് ഈസ് വെരി പോപ്പുലർ ആൻഡ് ഇറ്റ് ഹാസ് വൺ ഗ്ലോബൽ ഓഡിയൻസ് ഓൾസോ. അപ്പോൾ വേൾഡ് വൈഡ് ഫോളോവേഴ്സ് ഉണ്ട് ദക്ഷിണയ്ക്ക്. അതുകൊണ്ട് തന്നെ കേരളവും കേരളത്തിലെ പാരമ്പര്യവും ട്രഡീഷനും ഒക്കെ ഇപ്പം ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ദക്ഷിണയാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദക്ഷിണ അല്ലേ, ദക്ഷിണയ്ക്ക് വളരെ വലിയൊരു അഭിനന്ദനം ഉണ്ട് അതിൽ. പിന്നെ അതുപോലെ തന്നെ സം ഓഫ് ദ കണ്ടന്റ് ദാറ്റ് ഹാസ് റിസൊനേറ്റഡ് വിത്ത് വ്യൂവേഴ്സ് ലൈക്ക് വൈറൽ സോപ്പ് നെറ്റ് ട്രീ വീഡിയോ ആൻഡ് ഹൗ ദക്ഷിണ സ്റ്റോറി ടെല്ലിംഗ് ഹാസ് സ്പാർക്കിൾഡ് ഇൻട്രസ്റ്റ് ഇൻ സാരംഗ് സസ്റ്റൈനബിൾ ആൻഡ് ട്രഡീഷണൽ പ്രാക്ടീസസ്. ഒരു വൈറലായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു സോപ്പ് നെറ്റ് ട്രീ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. അപ്പോൾ എങ്ങനെയാണ് പണ്ട് സോപ്പ് അല്ലേ, നമ്മൾ ഈ കെമിക്കലൊന്നുള്ള സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ അത് ഒക്കെ വരുന്നതിന് മുൻപ് എങ്ങനെയാണ് നമ്മൾ സോപ്പ് അല്ലെങ്കിൽ ക്ലീനിങ് നടത്തിയിരുന്നത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അത് വെരി വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് സോപ്പ് നെറ്റ് ട്രീ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വേ ഓഫ് ലിവിങ് ആസ് വെൽ ആസ് ദി എഡ്യൂക്കേഷണൽ സിസ്റ്റം, അതും വളരെയധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് ഫോർ സാരംഗ് ആൻഡ് ദക്ഷിണ. ഇനി ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്?
എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അവർക്ക് അവരുടെ യൂട്യൂബ് ചാനൽ ദേ വാണ്ട് ടു റിവൈവ് ഇറ്റ് അല്ലേ. കാരണം ദക്ഷിണയുടെ കുറച്ചും കൂടെ ട്രഡീഷൻസും ഹിസ്റ്ററിയൊക്കെ ഒന്നും കൂടെ ഷോക്കേസ് ചെയ്യണം, ഒന്നും കൂടെ പോപ്പുലർ ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ ഇതുപോലെ ഫുഡ് വ്ളോഗ് പോലെ മെഡിസിനൽ റെസിപ്പീസും തുടങ്ങണം. അതായത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ്. കേരള ഹാസ് എ വെരി ഗുഡ് മെഡിസിനൽ ട്രഡീഷൻ, എസ്പെഷ്യലി ആയുർവേദ. അപ്പോൾ ഈ എങ്ങനെയാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സിൽ നിന്ന് എങ്ങനെയാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ, അങ്ങനത്തെ ഒരു സീരീസ് തുടങ്ങണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ അവരുടെ ചലഞ്ചസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവർക്ക് എസ്പെഷ്യലി ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ way of life in Sarang is very expensive because a lot of people or a lot of students are there studying freely. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർക്ക് കുറേ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. ഇപ്പോൾ ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് താമസിക്കണം, അവർക്കുള്ള ഫുഡ് ആൾ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ ഫേസ്ഡ് മെനി ഫിനാൻഷ്യൽ ക്രൈസിസ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ചലഞ്ചായിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ദക്ഷിണ ഷോക്കേസസ് ദ വേ ഓഫ് ലിവിങ് ഇൻ സാരംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനുണ്ട്, ആ വീഡിയോവും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.